നമസ്കാരം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ റാം ഇഷ്യൂ എന്ന്? അതായത് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞ സാധനം നമുക്ക് എല്ലാ ഐറ്റത്തിനും വേണം. അതായത് മൊബൈൽ, ലാപ്ടോപ്പ്, ലൂപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങൾക്ക്. അതേപോലെ വേണ്ട വേറൊരു അണ്ണനാണ് നമ്മുടെ സ്വന്തം പുതിയതായിട്ട് വന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് HBM എന്ന് പറയുന്ന മറ്റേ കൂടിയ റാമാണ് വേണ്ടത്. അത് ഉണ്ടാക്കുന്നത് ഈ ലോകത്ത് 3 ഉളകളാണ്. ഒന്ന് സാംസങ്, പിന്നെ SK ഹൈനിക്സ്, പിന്നെ ഒരെണ്ണം മൈക്രോൺ. ഈ 3 മൊണ്ണന്മാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ബാക്കി കുറേ എണ്ണം ഉണ്ട്, അമ്മാരെയൊന്നും ഇവിടെ ആർക്കും വേണ്ട. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആപ്പിൾ, മുന്തിരി, സാംസങ്, മറ്റേ അസൂസ്, എയ്സർ ഒക്കെ റിലേ ചെയ്തുകൊണ്ടിരുന്ന ഈ 3 എണ്ണത്തിൻ്റെയിലാണ്. ഇവന്മാർ നോക്കിയപ്പോൾ AI വന്നിട്ട് പറഞ്ഞു, ദൈ ഒരു വലിയ മറ്റേ ജോൺ ഹോനായിര പെട്ടിയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, നമ്മളതിൽ കാശുണ്ട്, എന്നിൽ ഇല്ലാത്തതും വളരെ കൂടുതലുള്ളതും കാശാണ്, നിങ്ങൾ എത്ര വേണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരാം. നമ്മൾ പക്ഷേ ഡെഡ് ലൈൻ ഒന്നും തരരുത്, നമുക്ക് സാധനം പടപടയെന്ന് വേണമെന്ന് പറഞ്ഞു. മറ്റേമാരെ നോക്കിയപ്പോൾ കിട്ടിയ ചാൻസാണ് കാശ് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് അവന്മാർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സുഭാഷിനെയും ചന്ദ്രനെയൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ കൺസ്യൂമറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന റാം ഉണ്ടാക്കണവനെയൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോയി. അപ്പോൾ മറ്റവിടെ ആകെ കുറച്ച് വാല്യൂ ഉണ്ട്, ഇവിടെ കുറേ ഡിമാൻഡും വന്നു. ഈ പറയുന്ന PC റാം, ലാപ്ടോപ്പ് റാം, മൊബൈൽ റാമിനൊക്കെ ഒരുപാട് ഡിമാൻഡ് വന്നു. ഇവിടെ വന്നപ്പോൾ എന്തൊരു പറ്റി, കമ്പനി നോക്കിയപ്പോൾ കൊള്ളാം. പണ്ട് വെറും 6000 5000 മേടിച്ചുകൊണ്ടിരുന്നവന്മാർക്ക് ഇപ്പോൾ സാമാനം വേണം. അവന്മാർ നോക്കിയപ്പോൾ നമ്മൾ സാധനം തരാം, പക്ഷേ കൂട്ടി കേട്ടാന്ന് പറഞ്ഞ്. അങ്ങനെ നോക്കിയപ്പോൾ ആപ്പിൾ ഉൾപ്പെടെയുള്ള എല്ലാ എണ്ണത്തിനും ഫോൺ ഉണ്ടാക്കണമല്ലോ. അവന്മാർക്ക് വെറുതെ കാലും കെട്ടുകൊണ്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് അവന്മാർ ചോദിക്കണ കാശങ്ങ് കൊടുത്ത് ഇപ്പോൾ നാട്ടുകാരെന്ന് അവന്മാർ വാങ്ങിക്കുന്നു. ഈ ഒരു വലിയ പൈസ കൊടുത്ത് റാം മേടിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാരെന്ന് നമ്മൾ വലിയ കാശിന് ഫോൺ മേടിക്കുന്നു, ലാപ്ടോപ്പ് മേടിക്കുന്നു, PC ബിൽഡ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. മറ്റവന്മാരുടെ അടുത്ത് ഇത് പണിയൊന്നും നടക്കൂല. അവന്മാർ വലിയ കാശാണ് കൊടുത്തേക്കണം. അവിടെ അതെന്തെങ്കിലും നിൽക്കണം. 2028 നിൽക്കുമെന്നാണ് ആൾക്കാരൊക്കെ പറയണത്. AI പരിപാടി 2028. അതുവരെ ഇവിടെ നമ്മളിരുന്നിങ്ങനെ എന്തോ എന്ന് പറഞ്ഞിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുറേ കമ്പനി പോയിട്ട് ഉള്ള റാമൊക്കെ ഉണ്ടല്ലോ, സ്റ്റോറേജ് മൊത്തം അങ്ങ് വാങ്ങിച്ച് ബൾക്കിനായിട്ട് അങ്ങ് മേടിച്ചു. അപ്പോൾ അത് ഷോർട്ടേജും വന്ന്. അവന്മാർ നോക്കിയപ്പോൾ ഈ സൈഡിൽ നിന്നും കാശ് കിട്ടണം, ആ സൈഡിൽ നിന്നും കാശ് കിട്ടണം, നമുക്കിത് കൊള്ളാം. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് സൗത്ത് കൊറിയയിൽ ഏറ്റവും ടോപ്പിൽ ഇരുന്ന സാംസങ് ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. SK ഹൈനിക്സ് എന്ന് പറയുന്ന റാം ഉണ്ടാക്കുന്ന കമ്പനിയൊക്കെ മണ്ടേ വന്ന് നിൽക്കുകയാണ്. അതാണ് അവസ്ഥ. ഇപ്പം നമ്മൾ തെരഞ്ഞ് ഇരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. ഒന്നെങ്കിൽ ആ AI എന്ന് പറഞ്ഞ പുല്ല് തറയെ വീഴണം. 2028 വീഴുമെന്നാണ് പറയണത്. അതുവരെ 3G തന്നെ. ഇതാണ് റാം ഇഷ്യൂ.